ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ തമിഴ്നാട്ടിൽ സഖ്യ ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ബി.ജെ.പി. സഖ്യം വിട്ട എ.ഐ.എ.ഡി.എം.കെ വീണ്ടും എൻ.ഡി.എ പാളയത്തിൽ എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബി.ജെ.പിക്കും എ.ഐ.എ.ഡി.എം.കെയിലെ ഒരു വിഭാഗത്തിനും സഖ്യത്തിന് താൽപര്യമുണ്ടെങ്കിലും പളനിസ്വാമി വിഭാഗത്തിന് എൻ.ഡി.എ കൂട്ടുകെട്ടിനോട് അത്ര താൽപര്യമില്ല എന്നതും ശ്രദ്ധേയമാണ്. മറുവശത്ത് ഡി.എം.കെ സഖ്യം ഉപരിതലത്തിൽ ഭദ്രമാണെന്ന് തോന്നുമെങ്കിലും സീറ്റ് വിഭജനത്തെ ചൊല്ലി താഴെത്തട്ടിൽ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ട് വരുന്നുമുണ്ട്. സീറ്റ് വിഭജനം സംബന്ധിച്ച് കോൺഗ്രസുമായി പ്രാഥമിക തലത്തിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂവെങ്കിലും കഴിഞ്ഞ തവണ വിട്ടുനൽകിയ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ ഡി.എം.കെ താൽപര്യപ്പെടുമ്പോൾ കൂടുതൽ മണ്ഡലങ്ങൾ വിട്ടുനൽകണമെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹം. ദേശീയ തലത്തിലുള്ള ഇന്ത്യൻ സഖ്യത്തിന്റെ അസ്ഥിരത സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തില്ലെങ്കിലും സീറ്റ് വിഭജനത്തിലെ പ്രശ്നങ്ങൾ ഇരു പാർട്ടികൾക്കിടയിലും വിള്ളലുകൾ സൃഷ്ടിച്ചേക്കാം. കഴിഞ്ഞ 3 വർഷമായി ഭരണത്തിൽ തുടരുന്ന ഡി.എം.കെ സഖ്യകക്ഷികളുമായി കടുത്ത വിലപേശലിന് സാധ്യതയുണ്ട്. ഇത് ചില പ്രശ്നങ്ങൾക്കും ഇടയാക്കിയേക്കും. കോൺഗ്രസിനും ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും 2019 തമിഴ്നാട്ടിൽ മികച്ച വിജയം നേടാൻ സാധിച്ചിരുന്നു. കൂടുതൽ സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും കഴിഞ്ഞ തവണ ലഭിച്ച അതേ സംഖ്യകളെങ്കിലും ലഭിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത് ഡി.എം.കെ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവുമാണ്. തെരഞ്ഞെടുപ്പിൽ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം പോലെ കൂടുതൽ പാർട്ടികൾ തങ്ങളുമായി കൈകോർക്കുമെന്ന് ഡി.എം.കെ പ്രതീക്ഷിക്കുന്നതിനാൽ നിലവിലെ സഖ്യകക്ഷികൾ കുറഞ്ഞ സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ സഖ്യത്തിൽ വിള്ളലുണ്ടായാൽ എ.ഐ.എ.ഡി.എം.കെ അവരെ ഒപ്പം കൂട്ടിയേക്കുമെന്നതിനാൽ കടുത്ത വിലപേശലിനും ഡി.എം.കെക്ക് ഭയമുണ്ട്. ഡി.എം.കെയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് സഖ്യത്തിൽ ചേരാൻ ചില പാർട്ടികൾക്കായി എ.ഐ.എ.ഡി.എം.കെ കാത്തിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എ.ഐ.എ.ഡി.എം.കെ ഇല്ലാത്ത സഖ്യം വോട്ട് നേടാൻ സഹായിക്കില്ലെന്നാണ് മിക്ക പാർട്ടികളും കരുതുന്നത്. അതോടൊപ്പം തന്നെ ഒരു വശത്ത് ബി.ജെ.പിയും സഖ്യകക്ഷികൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ഡി.എം.ഡി.കെ എല്ലാ പാർട്ടികളോടും ഒരേ സമയം സഖ്യ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഡി.എം.ഡി.കെ സ്ഥാപകൻ വിജയകാന്തിന്റെ സംസ്കാര ചടങ്ങിലെ ജനപങ്കാളിത്തം തെരഞ്ഞെടുപ്പിൽ തങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് പാർട്ടി നേതാക്കൾക്കുള്ളത്. ഡി.എം.ഡി.കെയിലെ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ പല പാർട്ടികൾക്കും താൽപര്യവുമുണ്ട്. അതേസമയം ഇതിനിടയിൽ തമിഴ്നാട്ടിൽ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരണത്തിനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നോടിയായി 200ഓളം അംഗങ്ങളുള്ള ജനറൽ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. പാർട്ടിയുടെ അധ്യക്ഷനായി വിജയ് തെരഞ്ഞെടുക്കപ്പെട്ടെന്നാണ് സൂചന. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. തമിഴ്നാടിന്റെ പാരമ്പര്യത്തിന് ഉതകുന്ന പേരാകും പാർട്ടിക്ക് ഉണ്ടാകുകയെന്നും പേരിനൊപ്പം തീർച്ചയായും കഴകം ഉണ്ടാകുമെന്നും വിജയുമായുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും വിജയ് കൂടി തമിഴ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് മറ്റു പാർട്ടികളുടെ തകർച്ചയ്ക്കും ഒരുപക്ഷെ കാരണമായേക്കാം.